ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ പിന്നെ ന്യൂസൊക്കെ വായിച്ച് ഇംഗ്ലീഷ് പഠിച്ചാലോ? അപ്പോൾ ഇന്ന് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന സീരീസ് തുടങ്ങുകയാണ്. ഇത് വളരെയധികം ഡിമാൻഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ആളാരാ? ട്രംപ് അല്ലേ? അപ്പോൾ ട്രംപിൻ്റെ കുറച്ച് അടിപൊളി ന്യൂസ് ആർട്ടിക്കിൾസ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ മലയാളം മീഡിയയിലൊന്നും അധികം കണ്ടില്ല, ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ മിസ്സായതായിരിക്കും. പക്ഷേ വളരെ രസകരമായ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാം. നിങ്ങളിവിടെ ആദ്യമായിട്ട് വന്നാണെങ്കിൽ ഹലോ, എൻ്റെ പേര് വിനി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ബേസിക് 16 വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെങ്കിൽ അതാദ്യം കാണണം, ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ട്രംപ് ബിമോൺസ് എ പോർട്രേറ്റ് ഓഫ് ഹിം ബട്ട് ഗെറ്റ്സ് എ ന്യൂ വൺ ഫ്രം പുടിൻ. അപ്പോൾ ട്രംപും പുടിനും ഒക്കെ ഉണ്ട്, ഇനി എന്താ സംഭവം നോക്കണം അല്ലേ? അപ്പോൾ ആദ്യം കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞുതരാം. എന്താണ് ഈ ബിമോൺസ്? അത് പഠിക്കാണ്ട് ആ സംഭവം മനസ്സിലാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കംപ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, അതാണ് ബിമോൺ. അപ്പോൾ ട്രംപ് എന്താ ചെയ്തത്? ആളുടെ സങ്കടം അറിയിച്ചു അല്ലേ, കംപ്ലെയിൻ ചെയ്തു എന്നൊക്കെ പറയാം. എന്തിനെക്കുറിച്ച്? പോർട്രേറ്റ്. എന്താണ് ഈ പോർട്രേറ്റ്? ആരുടെയെങ്കിലും പടം നമ്മൾ വരയ്ക്കില്ലേ? ഇപ്പോൾ എൻ്റെ ഒരു പടം ഒരാൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് പോർട്രേറ്റ് എന്ന് പറയും. പടം തന്നെ ആവണമെന്നില്ല, ഒരു ഫോട്ടോ എടുത്താലും പോർട്രേറ്റ് എന്ന് പറയാറുണ്ട്. പെയിൻറ്റിങ്ങോ പിക്ചറോ ഒരാളുടെ ഒരു പോർട്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വില്ലൻ പോർട്രേറ്റ് ആണല്ലേ. ഇതെന്താ ശരിക്കും സംഭവിച്ചേ? ട്രംപ് കംപ്ലെയിൻ ചെയ്തു. എന്തിനെക്കുറിച്ച്? ആളുടെ ഒരു പോർട്രേറ്റിനെ കുറിച്ച്. അപ്പോൾ സങ്കടം ആരാ തീർത്തു കൊടുത്തത്? നമ്മുടെ പുടിൻ. എന്ത് ചെയ്തിട്ട്? പുതിയ ഒരെണ്ണം കൊണ്ടു കൊടുത്തിട്ട്. മനസ്സിലായോ? അതാണ് ആ സംഭവം. ട്രംപ് കംപ്ലെയിൻസ് അബൌട്ട് എ പോർട്രേറ്റ് ബട്ട് റിസീവ്സ് അനദർ വൺ ഫ്രം പുടിൻ. അപ്പോൾ ഇതാണ് ടൈറ്റിൽ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? ഇനി നമുക്ക് വിശദമായിട്ട് വായിക്കാം. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് കേട്ടോ. ഇത് എഴുതുന്ന ആൾക്കാരൊക്കെ ചിരിച്ച് മറിഞ്ഞിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ നോക്കാം. US President Donald Trump has been gifted a new portrait from his Russian counterpart. ആരാണ് റഷ്യൻ കൗണ്ടർപാർട്ട്? വ്ളാഡിമിർ പുടിൻ, while trashing an existing painting of him as truly the worst. എന്താ സംഭവം? കുറച്ച് വാക്കുകൾ ആദ്യം നോക്കാം. someone was gifted something എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ഗിഫ്റ്റ് നൽകുന്നതിനാണ് ഗിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രസൻറ്റ്, സമ്മാനം നൽകപ്പെട്ടു. ഹി വാസ് ഗിഫ്റ്റഡ് സംതിങ്. ഓക്കെ, കൗണ്ടർ പാർട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സെയിം റോളിൽ വേറൊരു രാജ്യത്തുള്ള ഒരാളെ നമ്മൾ കൗണ്ടർ പാർട്ട് എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രസിഡൻ്റാണെന്ന് വിചാരിച്ചാൽ മതി, ആവില്ല. അപ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അമേരിക്കൻ കൗണ്ടർ പാർട്ട് എന്ന് വെച്ചാൽ അമേരിക്കയുടെ പ്രസിഡൻറ്റ്, എൻ്റെ ഇന്തോനേഷ്യൻ കൗണ്ടർ പാർട്ട് എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയുടെ പ്രസിഡൻറ്റ്. മനസ്സിലായോ? അതാണ് കൗണ്ടർ പാർട്ട്. നമ്മുടെ അതേ സ്ഥാനത്തുള്ള വഹിക്കുന്ന മറ്റൊരു രാജ്യത്തെ ആളെയാണ് ആ രാജ്യത്തെ കൗണ്ടർ പാർട്ട് എന്ന് പറയാം. ഇനി ട്രാഷിങ്, അതെന്താ അർത്ഥം? ട്രാഷ് എന്ന് വെച്ചാൽ എന്താ അറിയില്ലേ? വേസ്റ്റ്. അപ്പോൾ ട്രാഷ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്ട്രോങ്ലി ക്രിറ്റിസൈസ് ചെയ്യുക. ഓക്കെ, ചുമ്മാതല്ല, നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു എന്നാണ് അർത്ഥം. നല്ല കുറേ കിട്ടിയെന്നൊക്കെ പറയില്ലേ, ആണ് ട്രാഷ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അത് നമ്മൾ ഡൊണാൾഡ് എന്ന് പറയാറില്ല, ഡൊണാൾഡ് ഡക്ക്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കണ്ടോ? ഡൊണാൾഡ് ട്രംപ് ഹാസ് ബീൻ ഗിഫ്റ്റഡ്. ഇതെന്താണിത്? ഇതിനർത്ഥം ഡൊണാൾഡ് ട്രംപ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണോ? അല്ല. ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിൽ നമ്മൾ കൂടുതലും കാണുന്നൊരു സംഭവമാണ് പാസീവ് വോയിസ് അല്ലേ. ഇപ്പോൾ ഞാൻ കൊടുത്തു ആർക്കാം? അനുവിന് ഒരു സമ്മാനം എന്ന് പറയാൻ ഐ ഗിഫ്റ്റഡ് അനു സംതിങ്. പക്ഷേ അനുവിന് ഗിഫ്റ്റ് നൽകപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അനു ഹാസ് ബീൻ ഗിഫ്റ്റഡ്. കേട്ടോ, അതാണ് പാസീവ് വോയിസിൻ്റെ ഒരു രീതി. പാസീവ് വോയിസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. മറന്നുപോയാൽ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, ഞാൻ നോക്കിയിട്ട് എടുത്തു വെക്കാം കേട്ടോ. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് ബീൻ ഗിഫ്റ്റഡ് എന്ത്? എ ന്യൂ പോർട്രേറ്റ്, പുതിയൊരു പടം ആളുടെ, ഫ്രം ഹിസ് റഷ്യൻ കൗണ്ടർ പാർട്ട്. ആളുടെ റഷ്യൻ കൗണ്ടർ പാർട്ട് ആരത്? വ്ളാഡിമിർ പുടിൻ. എങ്ങനെ ഉള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത്? വൈൽ ട്രാഷിങ് ആൻ എക്സിസ്റ്റിംഗ് പെയിൻറ്റിങ് ഓഫ് ഹിം. ആര്? പുടിനല്ല, ട്രംപ് സ്വന്തം പെയിൻറ്റിങ് കണ്ടിട്ട് പറഞ്ഞു എന്ന്, ക്രിട്ടിസൈസ് ചെയ്തു എന്ന്. എന്ത്? ട്രൂലി ദ വേഴ്സ്റ്റ്. എന്തൊരു വൃത്തികെട്ട പെയിൻറ്റിങ് എന്ന് കംപ്ലെയിൻ ചെയ്തപ്പോൾ, എന്നതിനെ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പുടിൻ എന്ത് ചെയ്തു? അയ്യോ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല പുതിയൊരു പെയിൻറ്റിങ് ആൾക്ക് കൊടുത്തു, സമ്മാനിച്ചു.
ഓക്കെ, അപ്പോൾ ട്രംപ് got a new portrait from Putin while harshly criticizing an old one, calling it truly the worst. Okay, let's go to the next sentence. The new portrait has not been shown publicly. Kremlin spokesman Dmitry Peskov described it as a personal gift, adding that only Putin himself could disclose further details. എന്താ സംഭവം? സിമ്പിളായ സെൻസ്, ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ദ ന്യൂ പോർട്രേറ്റ്, ഈ പുതിയ പോർട്രേറ്റിലെ ട്രംപിൻ്റെ പോർട്രേറ്റ് എന്ന് വെച്ചാൽ ട്രംപിൻ്റെ ചിത്രം, ഹാസ് നോട്ട് ബീൻ ഷോൺ പബ്ലിക്ലി. ഇതൊക്കെ പാസീവ് വോയിസിലാണ്. ഹാസ് നോട്ട് ബീൻ ഷോൺ പബ്ലിക്ലി, പബ്ലിക്കായിട്ട് കാണിച്ചിട്ടില്ല ആ സാധനം. നിങ്ങളിനിയിപ്പോൾ പുതിയതോ പുട്ടിൻ കൊടുത്തതോ ഒന്ന് കണ്ട് കളയാമെന്ന് വിചാരിച്ചാൽ കാണാൻ പറ്റില്ല, തുറന്ന് കാണിച്ചിട്ടില്ല ട്രംപ്. ക്രെംലിൻ സ്പോക്സ്മാൻ, അതെ സ്പോക്സ്മാൻ, ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനൊക്കെ വേണ്ടി ഒഫീഷ്യലായി സംസാരിക്കുന്ന വക്താവ് എന്നൊക്കെ പറയില്ലേ, അതാണ് സ്പോക്സ്മാൻ. അത് സ്പോക്സ് പേഴ്സൺ ആവാം അല്ലെങ്കിൽ സ്പോക്സ്മാൻ ആവാം. എ പേഴ്സൺ അല്ലെങ്കിൽ എൻ ഒഫീഷ്യൽ ഹു സ്പീക്സ് ഫോർ സമ്മൺ, അതാണ് സ്പോക്സ്മാൻ. സമ്മൺ ഓർ സം ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ക്രെംലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ന്യൂസിലൊക്കെ ക്രെംലിൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് റഷ്യൻ ഗവൺമെൻറ് ആണ്. ശരിക്കും ക്രെംലിൻ എന്ന് പറയുന്നത് ഫോർട്രസ് ആണ്. അപ്പോൾ റഷ്യയിൽ എത്രയും കൂടെ ഫോർട്രസ്സുകളുണ്ട്. പക്ഷേ നമ്മൾ അതിനെയല്ല ഉദ്ദേശിക്കണേ. ക്രെംലിൻ എന്ന് ന്യൂസിൽ പറഞ്ഞാൽ അപ്പോൾ റഷ്യൻ ഗവൺമെൻറ്റിനെ ആലോചിച്ചാൽ മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ്. ഡിസ്ക്ലോസ് എന്ന് വെച്ചാൽ എന്താ? തുറന്ന് കാണിക്കുക, റിവീൽ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അതൊക്കെയാണ് ഡിസ്ക്ലോസ്. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു 5 മിഠായി 2 നീ എടുത്തോ 1 നീ എടുത്തോ എന്ന് പറയുന്നതല്ല കേട്ടോ ഷെയർ. കാണിക്കുക, റിവീൽ ചെയ്യുക, ഷെയറിന് അങ്ങനെ അർത്ഥമുണ്ട്, ഡിസ്ക്ലോസ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ദ ന്യൂ പോർട്രേറ്റ്, പുതിയ പോർട്രേറ്റ്, ഹാസ് നോട്ട് ബീൻ ഷോൺ പബ്ലിക്ലി, കാണിച്ചിട്ടില്ല മോനെ. ക്രെംലിൻ സ്പോക്സ്മാൻ, ക്രെംലിൻ്റെ വക്താവ് ആര്? ഡിമിട്രി പെസ്കോ. അയാൾ എന്താ പറഞ്ഞത്? ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ്, ഏതിനെ? ഈ പോർട്രേറ്റിനെ എങ്ങനെയാണ് അയാൾ ഡിസ്ക്രൈബ് ചെയ്ത് വർണ്ണിച്ചത്? പേഴ്സണൽ ഗിഫ്റ്റ്, അങ്ങനെയാണ് അയാൾ വർണ്ണിച്ചത്. ആഡിങ് ദാറ്റ്, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്തത്? ഓൺലി പുട്ടിൻ ഹിംസെൽഫ്, ആ പുട്ടിൻ സ്വയം, ആളല്ലാതെ വേറെ ആർക്കും കുഡ് ഡിസ്ക്ലോസ് ഫർദർ ഡീറ്റെയിൽസ്, വേറെ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ സാധിക്കില്ല, പുട്ടിന് മാത്രമേ ഇത് പറ്റുള്ളൂ. സാധിക്കില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ പുട്ടിന് പിന്നെ തല വെച്ചേക്കില്ല. അതുകൊണ്ട് പുട്ടിൻ തന്നെ ബാക്കി ഡീറ്റെയിൽസ് പറയുമെന്ന് ആര് പറഞ്ഞു? ഈ ഡിമിട്രി പെസ്കോവ്. പറയുകയാണെങ്കിൽ പുട്ടിനാണ് പറയുക, വേറെ ആരെങ്കിലും പറയില്ല കേട്ടോ. കൊള്ളാം അല്ലേ? എന്തൊരു സ്നേഹം. അപ്പോൾ എന്ത് സംഭവിച്ചത്? ദ പോർട്രേറ്റ് ഹാസൻ ബീൻ ഷോൺ ടു ദ പബ്ലിക്. പബ്ലിക്കിന് കാണിച്ചിട്ടില്ല. റഷ്യൻ ഒഫീഷ്യൽ ആരാണ്? ഡിമിട്രി പെസ്കോവ് said it's a personal gift and only Putin can give more information. Okay, next one. Meanwhile, മീനവിയൽ എന്ന് പറയുന്ന സംഭവം, അതിനിടയിൽ സംഭവിച്ച കാര്യം പറയുകയാണെ. Meanwhile, Trump took to Truth Social to criticize an earlier picture of him that hung in the Colorado State Capitol building until it was removed on Monday. എന്താ സംഭവിച്ചേ? ഫസ്റ്റ് വാക്കുകൾ പഠിക്കാം. ട്രംപ് ടുക്ക് ടു സംവെയർ എന്ന് പറഞ്ഞില്ലേ? ടുക്ക് ടു എന്ന് വെച്ചാൽ സ്റ്റാർട്ടഡ് യൂസിങ് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ഇവിടെ ശരിയായില്ലേ, ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയത് എങ്ങോട്ടാ? ട്രൂത്ത് സോഷ്യലിലേക്ക്. എന്താ ഈ ട്രൂത്ത് സോഷ്യൽ? നമ്മൾ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എക്സ്, ട്വിറ്ററിനേ വായിൽ വരുള്ളൂ. എക്സ് ഈ ട്വിറ്ററിൻ്റെ പുതിയ പേരാട്ടോ എക്സ്. ഇങ്ങനെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില്ലേ, അതുമാതിരി നമ്മുടെ ട്രംപിൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. സോ ട്രംപ് നേരെ എങ്ങോട്ടാണ് പോയത്? ട്രൂത്ത് സോഷ്യലിലേക്ക്. എന്നിട്ട് അവിടെ എന്താ പറഞ്ഞേ? കുറച്ച് കാര്യം പറഞ്ഞു. അതിന് മുമ്പ് ആ വേർഡ്സൊക്കെ പറയാം. ഹങ് എന്താ അർത്ഥം? തൂക്കിയിട്ടില്ലേ, അതാണ് ഹാങ്. അതിൻ്റെ V3 പാസ്റ്റൻസൊക്കെ ഹങ് ആണ്. ഹങ്. ക്യാപിറ്റൽ അതെന്താണ്? ഇത് നമ്മുടെ രാജ്യ തലസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ അല്ല, സ്പെല്ലിംഗ് ഉണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് ആണ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ മീൻ വൈൽ അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം എന്താ സംഭവിച്ചേ? ട്രംപ് ടുക്ക് ടു ട്രൂത്ത് സോഷ്യൽ, അങ്ങോട്ടേക്ക് പോയി അയാൾ. എന്ന് വെച്ചാൽ അയാൾ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ അയാളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു. എന്തിന്? ടു ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്ത്? ആൻ ഏർലിയർ പിക്ചർ ഓഫ് ഹിം. ഇതിന് മുമ്പ് ഒരു ചിത്രം, ഈ ട്രംപിൻ്റെ ഒരു പോർട്രേറ്റ് തൂക്കിയിട്ടിരുന്നു. കൊള്ളൂല, ഒട്ടും കൊള്ളൂല എന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ ട്രൂത്ത് സോഷ്യലിലേക്ക് തിരിഞ്ഞത്. ഈ പിക്ചർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞില്ല, മുമ്പൊരു ചിത്രം ഉണ്ടായിരുന്നു, അയാൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുവേണ്ടി ക്രിട്ടിസൈസ് ചെയ്തു. എവിടെയായിരുന്നു ഈ പിക്ചർ ഉണ്ടായിരുന്നത്? ദ പിക്ചർ ഓഫ് ഹിം ദറ്റ് ഹങ് ഇൻ ദ കൊളറാഡോ സ്റ്റേറ്റ് ക്യാപിറ്റൽ ബിൽഡിംഗ്.
അവിടെയായിരുന്നു, ആ ബിൽഡിങ്ങിലായിരുന്നു തൂക്കിയിട്ടിരുന്നത്. അൺടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് തൂക്കിക്കിടക്കുന്നില്ല. അൺടിൽ ഇറ്റ് വാസ് റിമൂവ്ഡ് ഓൺ മൺഡേ അത് ആൾക്കാർ എടുത്ത് മാറ്റി അല്ലേ. പ്രസിഡൻറ്റിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കുമോ. എന്നാൽ അയാൾക്ക് ആ ജോലിക്കാരനടുത്ത് ചേട്ടാ ഇത് പോരാൻ തോന്നുന്നു മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ മതി. പകരം നാളെ എന്ത് ചെയ്തു, അയാളുടെ സോഷ്യൽ മീഡിയ പോയി ഈ പിക്ചർ ഉണ്ട് ഒട്ടും ശരിയല്ല എന്ന് പോയിട്ട് അവിടെ പോയി പറഞ്ഞ് ആ ഉദ്യോഗസ്ഥർ പോയി അത് മാറ്റി എന്ന് മൺഡേ. അടിപൊളിയല്ലേ. At the same time, Trump criticized an older portrait of him that had been displayed in Colorado in the Capitol building, but it was taken down recently. അല്ലേ, അത് ഈ അടുത്തത് മാറ്റി, റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ടേക്ക് ഡൗൺ ചെയ്യാന്നൊക്കെ പറയാം. ഓക്കെ, എപ്പോഴാണ് മൺഡേ അത് റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത്. The US president has paid close attention to cultivating his image and made headlines in January by unveiling an official portrait that was variously described by critics as serious and ominous. ഇത് ഓമിനിയോസ് എന്നൊക്കെ പറയാനൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഒമിനസ് എന്താ സംഭവം, കുറച്ച് പഠിക്കാനുണ്ടല്ലേ. കൾട്ടിവേറ്റിംഗ് ഹിസ് ഇമേജ്, അത് സംഭവം നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള ഇമേജ് ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യില്ലേ, അതാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് കർഷകനല്ല ഇവിടെ കിളവറയ്ക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നത്. ആളുടെ ഇമേജ് അങ്ങോട്ട് കൾട്ടിവേറ്റ് ചെയ്യാം. നല്ലൊരു ഇമേജ് ഉണ്ടാക്കണ്ടേ, അതിന് കെയർഫുള്ളി ബിൽഡിങ് ഹൗ പീപ്പിൾ സീ ഹിം, അതാണ് കൾട്ടിവേറ്റ് വൺസ് ഇമേജ്. ഓക്കെ, അൺവീലിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ മൂടുപടം മാറ്റുക എന്നൊക്കെ പറയില്ലേ, വീൽ എന്ന് വെച്ചാൽ മൂടി വയ്ക്കുന്ന സാധനം, അത് അൺവീൽ ചെയ്യാന്ന് വെച്ചാൽ തുറന്ന് കാട്ടുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുക, അതാണ് അൺവീൽ ചെയ്യുക. ഒമിനസ് എന്ന് വെച്ചാൽ എന്താ, ഡാർക്ക് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ത്രെറ്റനിങ് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഒമിനസ്. വേരിയസ്ലി ഡിസ്ക്രൈബ്ഡ്, അതെന്ത് സംഭവമാണത്, ഡിഫറെൻറ്റ് പീപ്പിൾ സെഡ് ഡിഫറെൻറ്റ് തിങ്സ് അബൌട്ട് ഇറ്റ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വേരിയസ്ലി ഡിസ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ പലർക്കും പല അഭിപ്രായമായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച്. ഇനി നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. The US president has paid close attention to, എന്തിനേക്കാണ് ഇത്രയും അറ്റൻഷൻ കൊടുത്തത്, ഭയങ്കര അറ്റൻഷൻ കൊടുത്തു ഈ US പ്രസിഡൻറ്റ്, കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്, ടു കൾട്ടിവേറ്റിംഗ് ഹിസ് ഇമേജ്, ആളുടെ ഇമേജ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മെയ്ഡ് ഹെഡ്ലൈൻസ് ഇൻ ജാനുവരി, ജാനുവരിയിൽ ആളെക്കുറിച്ച് കുറേ പത്രങ്ങളിൽ തലക്കെട്ടുകൾ വന്നിട്ടുണ്ട്. എന്തിനെക്കുറിച്ച്, ബൈ അൺവീലിംഗ് എൻ ഒഫീഷ്യൽ പോർട്രേറ്റ്, ആളുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു പോർട്രേറ്റ് അൺവീൽ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് കാണിക്കുക. ദാറ്റ് വാസ് വേരിയസ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ ക്രിറ്റിക്സ് ആസ് സീരിയസ് ഓർ ഒമിനസ്. ക്രിറ്റിക്സ് അതിനെ പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. സീരിയസ്, ഒമിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ, ട്രംപ് ഇസ് കെയർഫുൾ അബൌട്ട് ഹിസ് പബ്ലിക് ഇമേജ്. ഓക്കെ, ആളെക്കുറിച്ച് നാട്ടുകാരെന്താ പറയുന്നതെന്നുള്ളത് ആൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ജാനുവരി ഹി ഷോഡ് എൻ ഒഫീഷ്യൽ പോർട്രേറ്റ് that some called serious and others found scary. ചിലത് ഞാൻ പറയില്ല, ഒമിനസ്, ഡാർക്ക്, ത്രെറ്റനിങ് ഒക്കെ ആയിട്ട് ഇത് കണ്ടപ്പോൾ തോന്നി, ചിലവർക്കത് സീരിയസ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആണ് പ്രശ്നമായത്. ജാനുവരിയിൽ ഇയാൾ ഈ പോർട്രേറ്റ് കാണിച്ചപ്പോൾ ആൾക്കാർക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. ഓക്കെ, ട്രംപ്സ് envoy Steve Witkoff confirmed receipt of the new work from Moscow, saying he had been asked to transport it back to Washington. അപ്പോൾ എൻവോയ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, ഈ ഗവൺമെൻറ്റിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതാണ് എൻവോയ്. കൺഫേംഡ് റെസീറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, റെസീപ്റ്റ് അല്ല, റെസീറ്റ്, പി സൈലൻ്റാ, കിട്ടിയെന്ന് പറയാം, അതാണ് റെസീറ്റ്. കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ കൺഫേംഡ് റെസീറ്റ്, സംഭവം കിട്ടിയിട്ടോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ട്രംപ്സ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ എൻവോയ് സെഡ് ഹി റിസീവ്ഡ് ദ പോർട്രേറ്റ് ഇൻ മോസ്കോയിൽ കിട്ടി എന്ന് പറഞ്ഞു. എവിടെയുള്ള റെപ്രസെൻറ്റേറ്റീവ്, ഈ എൻവോയ് മോസ്കോയിലാണുള്ളത്. ട്രംപിൻ്റെ ആൾ മോസ്കോയിലുണ്ടാവും. ഓരോ രാജ്യത്തും ഓരോ ആൾക്കാരുണ്ടാവുമല്ലോ ഗവൺമെൻറ്റിനൊക്കെ. അപ്പോൾ അങ്ങനെ മോസ്കോയിലെ ആൾ പറഞ്ഞു കിട്ടിയിട്ടുണ്ട്, ആ സാധനം ആളോട് പറഞ്ഞു വാഷിങ്ടണിലേക്ക് തിരിച്ചുകൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അതാണ് സംഭവം. സോ ട്രംപ്സ് റെപ്രസെൻറ്റേറ്റീവ് സെഡ് ഹി റിസീവ്ഡ് ദ പോർട്രേറ്റ് ഇൻ മോസ്കോ ആൻഡ് ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഇറ്റ് ടു വാഷിങ്ടൺ. ഇവിടെ കൊണ്ടുവന്നോട്ടോ, വാഷിങ്ടണിലേക്ക് കൊണ്ടുവന്നോട്ടോ നീ എന്ന് പറഞ്ഞു. ആരെടുത്ത്,
എൻവോയുടെ അടുത്ത്. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. ട്രംപ്സ് എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, അയാളുടെ പേര് ഇങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ, confirmed receipt of the new work from Moscow, saying he had been asked to transport it back to Washington. He described the work as a painting, a beautiful portrait by a leading Russian artist, but gave no further critique. Trump was clearly touched by it, he added. ലീഡിങ് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ടോപ്പ് വെൽ നോൺ ആർട്ടിസ്റ്റ്, അതാണ് ലീഡിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് അല്ലേ, ലീഡിങ് സിംഗർ എന്നൊക്കെ പറയില്ല നമ്മൾ. ക്രിട്ടീക്ക്, ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരാളുടെ അനാലിസിസ്, അതാണ് ക്രിട്ടീക്ക്. ടച്ച്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടച്ച് എന്ന് വെച്ചാൽ തൊടുക. ഐ വാസ് ടച്ച്ഡ് ബൈ എന്ന് വെച്ചാൽ അങ്ങോട്ട് എന്നെ തൊട്ടു, എൻ്റെ മനസ്സിനെ സ്പർശിച്ചു എന്ന് പറയില്ലേ, അതാണിത്. ഇമോഷണലി നമ്മളെ മൂവ് ചെയ്തു എന്ന് പറയുന്നതാണ് ടച്ച്ഡ്. അപ്പോൾ ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഹി, ആര്? ട്രംപ്. described the work as a painting. He described the work as a painting, a beautiful portrait, ഒരു ഭംഗിയുള്ള പോർട്രേറ്റ്, ബൈ എ ലീഡിങ് റഷ്യൻ ആർട്ടിസ്റ്റ്. റഷ്യയുടെ വലിയൊരു സംഭവമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ചെയ്തത്. ബട്ട് ഗേവ് നോ ഫർദർ ക്രിട്ടിക്. പക്ഷെ വേറെ ഒരു കാര്യവും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ട്രംപ് വാസ് ക്ലിയർലി ടച്ച്ഡ് ബൈ ഇറ്റ്. അത് ട്രംപിൻ്റെ മനസ്സിനെ അഗാധമായി സ്പർശിച്ചു എന്ന് തന്നെയാണ് ഇയാൾ പറഞ്ഞത്. ഹി ആഡഡ്. സോ ഹി സെഡ് ദ പെയിൻറ്റിങ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് ബൈ എ ഫേമസ് ആർട്ടിസ്റ്റ് ആൻഡ് ട്രംപ് വാസ് ക്ലിയർലി ഇമോഷണൽ അബൌട്ട് ഇറ്റ്. അടുത്ത സെൻറ്റൻസ്. ദ ഗിഫ്റ്റ് വാസ് കൺഫേംഡ് ബൈ പെസ്കോവ് ആസ് അമേരിക്കൻ and Russian negotiators again sat down for talks in Saudi Arabia as part of Trump's drive to end the war in Ukraine. Confirmed എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും സംഭവിച്ചത് തന്നെയാണ്, ഉണ്ടായത് തന്നെയാണ് എന്ന് പറയുന്നതാണ് കൺഫേംഡ് എന്ന് പറഞ്ഞാൽ. നെഗോഷിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലുമൊക്കെ ഒരു തർക്കം നടന്നാൽ അതിനൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരില്ലേ, അതാണ് നെഗോഷിയേറ്റേഴ്സ്. പീപ്പിൾ ഡിസ്കസിങ് ടു ഫൈൻഡ് എഗ്രിമെൻറ്റ്. ഓക്കെ. ഡ്രൈവ് എന്ന് വെച്ചാൽ എന്താ? ഡ്രൈവ് എന്ന് വെച്ചാൽ പല അർത്ഥങ്ങളുണ്ട്. ഒരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് പോകാമെന്ന് അർത്ഥം, കാർ ഓടിക്കാം, എവിടെയെങ്കിലും പോകാമെന്നാണ് അർത്ഥം. പക്ഷേ ഡ്രൈവിന് ഇവിടെയുള്ള അർത്ഥം ഒരു സ്ട്രോങ് എഫേർട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്യാമ്പയിൻ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചു ഇവിടെ? ഇനി ഒന്ന് വായിച്ചു നോക്കിയോക്കേ. ദ ഗിഫ്റ്റ് വാസ് കൺഫേംഡ് ബൈ പെസ്കോവ്. ഗിഫ്റ്റ് നടന്ന സംഭവം തന്നെ കേട്ടോ, കിട്ടിയിട്ടുണ്ട് എന്ന് പെസ്കോവ് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? ആസ് അമേരിക്കൻ ആൻഡ് റഷ്യൻ നെഗോഷിയേറ്റേഴ്സ് അഗെയിൻ സാറ്റ് ഡൗൺ. ഈ അമേരിക്കയും റഷ്യയുടെയും ഈ നെഗോഷിയേറ്റേഴ്സ് അല്ലേ, അനുരഞ്ജന ചർച്ചകളൊക്കെ നടക്കണില്ലേ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അവർ എവിടെ ചർച്ചയ്ക്കിരുന്നു? ഇൻ സൗദി അറേബ്യ. ദേ സാറ്റ് ഡൗൺ ഫോർ ടോക്സ് ഇൻ സൗദി അറേബ്യ. എന്തിനു വേണ്ടിയിട്ട്? ആസ് പാർട്ട് ഓഫ് ട്രംപ്സ് ഡ്രൈവ്. ട്രംപിൻ്റെ ഒരു അറ്റംപ്റ്റ്, ട്രംപ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഡ് ദ വാർ ഇൻ യുക്രൈൻ. അപ്പോൾ ആ യുക്രൈനിലെ ചർച്ചകളുടെ ടോക്സിൻ്റെ ഇടയിൽ നമ്മുടെ പെസ്കോവ് പറഞ്ഞു ഇത് സത്യം തന്നെയാണ്, ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ്. ഓക്കെ. പെസ്കോവ് കൺഫേംഡ് ദ ഗിഫ്റ്റ്. Meanwhile, US and Russian negotiators met in Saudi Arabia as part of Trump's effort to end the Ukraine war. The gift highlights the diplomatic thaw between the two nations after Trump returned to the White House in January. അതാണ് സംഭവം. ഡിപ്ലോമാറ്റിക് തോ എന്ന് വെച്ചാൽ അർത്ഥം ഇംപ്രൂവ്മെൻറ്റ് ഇൻ റിലേഷൻസ് ആഫ്റ്റർ സം കൈൻഡ് ഓഫ് ടെൻഷൻ. എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് ഡിപ്ലോമാറ്റിക് തോ എന്ന് പറയും. ദ ഗിഫ്റ്റ് ഹൈലൈറ്റ്സ്. ഈ ഗിഫ്റ്റ് എടുത്തു കാണിക്കുന്നത് എന്താ? ദ ഡിപ്ലോമാറ്റിക് തോ. കുറച്ച് ഒരു മെച്ചപ്പെട്ട സിറ്റുവേഷനിലാവുന്നത്, ഒരു വേഴ്സായ സിറ്റുവേഷൻ കുറച്ച് നന്നാവുന്നത്. ബിറ്റ്വീൻ ദ ടു നേഷൻസ്. രണ്ട് നേഷൻസ് തമ്മിൽ. ഏത് രണ്ട് നേഷൻ? റഷ്യയും അമേരിക്കയും തമ്മിൽ. ആഫ്റ്റർ ട്രംപ് റിട്ടേൺഡ് ടു ദ വൈറ്റ് ഹൗസ്. ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ഇൻ ജാനുവരി റിട്ടേൺ ചെയ്തു. എന്താ, പിന്നെയും ഇലക്ട് ചെയ്തുല്ലോ അവർ പ്രസിഡൻ്റായിട്ട്. അതിനുശേഷം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള എന്താ പറയുക രീതികൾ കുറച്ച്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം കുറച്ച് മെച്ചപ്പെട്ടതിൻ്റെ ഒരു അതാണ് ഈ ഗിഫ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. The gift shows that the relationship between the US and Russia is improving since Trump became president again in January. In an interview, Witkoff, who met Putin 10 days ago, said the Russian president had been gracious. Putin told him
he added that he had prayed for Trump after an assassination attempt against him last year. നവാലിനെയൊക്കെ ഓർത്തു പോകുന്നു ഇങ്ങനെ അയാൾ പ്രേ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ എന്താ സംഭവം? ഇൻ എൻ ഇൻ്റർവ്യൂ, ഒരു ഇൻ്റർവ്യൂവിൽ വിറ്റ്കോഫ് ഹു മെറ്റ് പുടിനെ ആരെ മീറ്റ് ചെയ്തത്? വിറ്റ്കോഫ് 10 ദിവസം മുമ്പ്, 10 days ago. അപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ കുറച്ച് വാക്കുകൾ പഠിക്കാനുണ്ട്. ഗ്രേഷ്യസ് എന്ന് വെച്ചാൽ എന്താ? വളരെ പൊലൈറ്റും കൈൻഡും സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെയൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ ഗ്രേഷ്യസ് എന്ന് പറയും. അസാസിനേഷൻ അറ്റംപ്റ്റ് എന്നത് അർത്ഥം എന്താ? ഒരു ലീഡറിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ ശ്രമം, അസാസിനേഷൻ വെച്ചാൽ കൊല്ലുക. അപ്പോൾ ഒരു ലീഡറിനൊക്കെ കൊല്ലാൻ ശ്രമിക്കുമ്പം ഒരു കീ സ്ഥാനത്തൊക്കെ ഉള്ള ഒരാളെ കൊല്ലാൻ നോക്കുമ്പോഴാണ് അസാസിനേഷൻ അറ്റംപ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ വിറ്റ്കോഫ് 10 ദിവസം മുമ്പ് ട്രംപിനെ കാണാൻ പോയി അല്ലേ? എന്താ പറഞ്ഞത്? സെഡ് ദ റഷ്യൻ പ്രസിഡൻറ്റ് ഹാഡ് ബീൻ ഗ്രേഷ്യസ്. ഓയ്യോ, എന്നോട് വളരെ നന്നായിട്ട് പെരുമാറി, നല്ല സ്നേഹവും വിനയത്തോടു കൂടെ പെരുമാറിയെന്ന് ആൾ പറഞ്ഞു. പുടിൻ ടോൾഡ് ഹിം. പുടിൻ എന്താ പറഞ്ഞത്? ഹി ആഡഡ്, ആൾ ചേർത്തു. ഇതിൻ്റെ ഒപ്പം പറഞ്ഞു ഭയങ്കര നന്നായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞില്ലേ, ഗ്രേഷ്യസ് ആയിരുന്നു എന്ന്. അതിൻ്റെ ഒപ്പം ഇയാൾ പറഞ്ഞു, പുടിൻ അയാളോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ദാറ്റ് ഹി ഹാഡ് പ്രേഡ് ഫോർ ട്രംപ്. അയ്യോ, ട്രംപിനെ കാത്തോളേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പ്രാർത്ഥിച്ചു എന്ന്. ഹി ഹാഡ് പ്രേഡ് ഫോർ ട്രംപ്. എപ്പോൾ? ആഫ്റ്റർ ആൻ അസാസിനേഷൻ അറ്റംപ്റ്റ് അഗെയിൻസ്റ്റ് ഹിം ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഒരു പയ്യൻ തോക്കൊക്കെ വെച്ചിട്ട് വെടിവെക്കാൻ ശ്രമിച്ചില്ലേ ഒരു ക്യാമ്പയിൻ്റെ ഇടയിൽ? ഓർമ്മയില്ലേ? ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, ചെവിയിൽ എന്തോ പറ്റിയൊക്കെ. ആ സമയത്ത് നമ്മുടെ പുടിൻ എൻ്റെ പൊന്ന് ട്രംപിന് ഒന്നും സംഭവിക്കരുതെന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കൂടെ പറഞ്ഞു എന്ന്. എന്തൊരു സ്നേഹം എന്ന് ആലോചിക്കുന്നത്. അത് നമ്മൾ സാധാരണ ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. ഈ പുടിനൊക്കെ ആരാണ് ആൾ അവിടെ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡ്രാമയാണ് നമ്മൾ കാണേണ്ടതല്ലേ എന്ന് തോന്നിപ്പോവും. എനിക്കല്ല, ഞാൻ ഈ വേൾഡ് ലീഡേഴ്സിനൊന്നും വലിയ ഫാനല്ല കേട്ടോ. നമ്മുടെ ലോകത്തിൻ്റെ പോക്കൊക്കെ മാറ്റാൻ വളരെ കഴിവുള്ള ആൾക്കാരാണ് ഈ പുടിനും ട്രംപൊക്കെ. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ അങ്ങനെ വലിയ ഫാനല്ല, ഞാൻ ആരുടെയും വലിയ ഫാനല്ല. ഇവരൊക്കെ ഇത്രയും പവറുള്ള ആൾക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവരോടൊക്കെ ഇത്ര പുച്ഛം. എനിക്കിവന് സ്ഥാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാവുന്നതും ആണ്. അതാണ് വേറെ കാര്യം. ഓക്കെ. Witkoff said Putin was kind and told him he had prayed for Trump after someone tried to assassinate or kill Trump last year. That attempt on Trump's life, which took place during a rally in Pennsylvania, gave rise to perhaps the most iconic image of him ever produced. That attempt on Trump's life gave rise to, and then gave rise to, നയിച്ചു അല്ലെങ്കിൽ കോസ്റ്റ് എന്നൊക്കെ പറയാം. ഇങ്ങനെ ഒരു കാര്യം അത് കാരണം സംഭവിച്ചു. ഗേവ് റൈസ് ടു. ഓക്കെ. ഐക്കോണിക് എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര ഫേമസ് ആയിരുന്നു അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് ഐക്കോണിക്. ദി അസാസിനേഷൻ അറ്റംപ്റ്റ്. ഏത് അസാസിനേഷൻ അറ്റംപ്റ്റ്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ട്രംപിന് നേരെ ഒരു അറ്റംപ്റ്റ് നടന്നപ്പോൾ റഷ്യൻ പ്രസിഡൻറ്റ് ദൈവമേ രക്ഷിക്കണേ ട്രംപിനെ എന്ന് പ്രാർത്ഥിച്ചു എന്ന്. ദാറ്റ് അറ്റംപ്റ്റ് ഓൺ ട്രംപ്സ് ലൈഫ്. അറ്റംപ്റ്റ് ഓൺ ട്രംപ്സ് ലൈഫ് കേട്ടോ, ഓൺ കേട്ടോ. വിച്ച് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് എ റാലി. എപ്പോഴാണ് സംഭവിച്ചത്? പെൻസിൽവാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റാലി നടക്കുമ്പോഴാണ് സംഭവിച്ചത്. വിച്ച് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് എ റാലി ഇൻ പെൻസിൽവാനിയ ഗേവ് റൈസ്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഗേവ് റൈസ് ടു പെർഹാപ്സ്. അത് കാരണം സംഭവിച്ചെന്താ? ദ മോസ്റ്റ് ഐക്കോണിക് ഇമേജ് ഓഫ് ഹിം എവർ പ്രൊഡ്യൂസ്ഡ്. ഈ ട്രംപിൻ്റെ ഇമേജിലെ ഭയങ്കരമായിട്ട് ഒരു ഐക്കോണിക് ഇമേജ് ആൾക്ക് കിട്ടി ഈ റാലിയിലെ അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നതിൽ പിന്നെ. Okay, it gave rise to perhaps ഒരു പക്ഷേ the most iconic image of him ever produced. So the assassination attempt happened during a rally and it resulted in one of the most famous images of Trump. AP photographer Ivan Vucci caught the moment that Trump with a bloody ear held up a defiant fist and told supporters to fight, fight, fight. That image was further mythologized by Trump, who used it to adorn the cover of a book. എന്താ സംഭവം? AP photographer Ivan Vucci caught the moment that Trump with a bloody ear held up a defiant fist and told supporters to fight, fight, fight. That image was further mythologized by Trump, who used it to adorn the cover of a book. എന്താ സംഭവിച്ചേ? കോട്ട് ദ മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? കറക്റ്റ് സമയത്ത് ഫോട്ടോ പിടിച്ച്, അതാണ് അർത്ഥം. ഒരു ഫോട്ടോ എടുത്തു കറക്റ്റ് സമയത്ത്, അതാണ് കോട്ട് ദ മൊമെൻറ്റ്. ഓക്കെ, മൊമെൻറ്റ്.
മൂവ്മെൻ്റ് അല്ല, അത് പലർക്കും അതിൻ്റെ ആ പ്രൊനൗൺസിയേഷൻ തെറ്റാറുണ്ട്. മോമെൻറ്റ്, കോട്ട് ദ മോമെൻറ്റ് എന്ന് വെച്ചാൽ ആ ഫോട്ടോ കറക്റ്റ് സമയത്ത് എടുത്തു. ഡിഫയൻറ്റ് ഫിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഫിസ്റ്റ് പിടിക്കുന്നതിനാണ് ഒരു സ്ട്രെങ്ത്തിൻ്റെയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ട് ഇങ്ങനെ കാണിക്കുന്നതിനാണ് ഡിഫയൻറ്റ് ഫിസ്റ്റ്. മിത്തോളജൈസ്ഡ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു വളരെ ധീരമായൊരു കഥയാക്കി അത് മാറ്റി, ഒരു ലെജൻഡറി സ്റ്റോറി ആക്കിയിട്ട് അതിനെ മാറ്റി. ഓക്കെ. അഡോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീച്ചർ ഓൺ അല്ലെങ്കിൽ ഡെക്കറേറ്റ് എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ട്. ഇനി അതൊന്നുകൂടെ വായിച്ചു നോക്കിയാൽ ഏകദേശം കുറച്ചുകൂടെ പിടികിട്ടും. AP ഫോട്ടോഗ്രാഫർ ഈവാൻ വൂച്ചി, ഈ വൂച്ചി എന്താ ചെയ്തേ? കോട്ട് ദ മോമെൻറ്റ് ദ ട്രംപ്, അയാൾ ഫോട്ടോ എടുത്തു. എന്തിൻ്റെ? ദാറ്റ് മോമെൻറ്റ് ദാറ്റ് ട്രംപ് വിത്ത് എ ബ്ലഡി ഇയർ, നല്ല രക്തം ഒഴുകുന്ന ചെവി, അറ്റാക്ക് ചെയ്തപ്പോഴേ ചെവിയിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മോമെൻറ്റ് ഇയാൾ ക്യാപ്ചർ ചെയ്തു. ഹെൽഡ് അപ്പ് എ ഡിഫയൻറ്റ് ഫിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒഴുകുമ്പോൾ ആൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിങ്ങനെ കാണിച്ച ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അങ്ങനെ ചെയ്തതൊക്കെ ഇയാൾ ഫോട്ടോ പിടിച്ചു. ആൻഡ് ടോൾഡ് സപ്പോർട്ടേഴ്സ് ടു ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റ്. അപ്പം ഈ ഇങ്ങനെ നമ്മളൊക്കെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഒക്കെ വന്നാൽ നമ്മളൊക്കെ അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ കരയും. ട്രംപ് ധീരനായിട്ട് പോരാടൂ 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 എന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ചു പറഞ്ഞു. ഇത് ഈ രക്തം ഒലിപ്പിക്കുന്ന ചെവി ഉണ്ടായിട്ടും. ഓക്കെ. ആ ഇമേജില്ലേ, ആ ഇമേജ് വാസ് ഫർദർ മിത്തോളജൈസ്ഡ്. ട്രംപ് ഈ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ പൊന്നെ എൻ്റെ ഫോട്ടോ തന്നെയാണ് അതെന്ന് പറഞ്ഞിട്ട് ആൾ അതിനെ ഒരു ബുക്കിൻ്റെ കവറാക്കിയിട്ട് മാറ്റി. അപ്പോൾ ദ ഫോട്ടോഗ്രാഫർ ടുക്ക് എ പിക്ചർ ഓഫ് ട്രംപ് വിത്ത് എ ബ്ലീഡിങ് ഇയർ ആൻഡ് റേസ്ഡ് ഫിസ്റ്റ് saying fight fight fight. Trump later used that powerful photo as a book cover, purposefully distorted. ഇതിൻ്റെ അർത്ഥം എന്താ? മനഃപൂർവ്വം മോശമായിട്ട് കാണിക്കുക. ഓക്കെ. ദിസ് ഇസ് വാട്ട് ട്രംപ് സെഡ് അബൌട്ട് ദ പോർട്രേറ്റ് ഹി ഡിഡ്ന്റ് ലൈക്ക്. നമ്മളിവിടെ വന്നത് ഒരു ചിത്രം കാരണമല്ലേ? ആ ചിത്രം മനഃപൂർവ്വം മോശമാക്കി കാണിക്കുന്നതാണെന്നാണ് ട്രംപ് പറയുന്നത്. ഓക്കെ. Trump is yet to publicly comment on the image that was sent by Putin, but he left no doubt of the kind of portraiture he liked and disliked when delivering his views on the Colorado image. Is yet to do something എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ ഭാവിയിൽ. പോർട്രേച്ചർ എന്ന് വെച്ചാൽ പോർട്രേറ്റിൻ്റെ സ്റ്റൈലിൽ പെയിൻറ്റ് ചെയ്ത ഒരു പെയിൻറ്റിങ്ങിനെയാണ് പോർട്രേച്ചർ. ഡെലിവറിങ് ഹിസ് വ്യൂസ് എന്ന് വെച്ചാൽ അയാളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് ഇനി ആ നമ്മൾ വായിച്ച സംഭവം ഒന്നുകൂടെ നമുക്ക് നോക്കി നോക്കാം. ട്രംപ് ഈസ് യെറ്റ് ടു പബ്ലിക്ലി കോമെൻറ്റ് ഓൺ ദ ഇമേജ്. ഇനിയും ഇയാൾ ഈ പുടിൻ അയച്ച സംഭവമില്ലേ, ഇമേജ് ദാറ്റ് വാസ് സെൻഡ് ബൈ പുടിൻ, ഈ പുടിൻ അയച്ച ചിത്രത്തെക്കുറിച്ച് ഇതുവരെ നമുക്കറിയില്ല, ചിത്രമാണോ ഫോട്ടോ ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇമേജ് എന്ന് പറയാണ്. ട്രംപ് ഇസ് യെറ്റ് ടു പബ്ലിക്ലി കോമെൻറ്റ് ഓൺ ദ ഇമേജ്. ഇതുവരെ കാമാന്നൊരക്ഷരം പബ്ലിക്കായിട്ട് ആൾ പറഞ്ഞിട്ടില്ല കേട്ടോ ട്രംപ്. ബട്ട് ഹി ലെഫ്റ്റ് നോ ഡൗട്ട് ഓഫ് ദ കൈൻഡ് ഓഫ് പോർട്രേച്ചർ. ആൾ പക്ഷേ ഒരു സംശയമുള്ള ഒരു കാര്യത്തിൽ. എന്ത് കാര്യത്തിൽ? അബൌട്ട് ദ കൈൻഡ് ഓഫ് പോർട്രേച്ചർ ഹി ലൈക്ഡ്. അയാൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ടൈപ്പ് ചിത്രങ്ങളാണ്, ഇഷ്ടമില്ലാത്തത് ആൻഡ് ഡിസ്ലൈക്ഡ്, ഇഷ്ടമില്ലാത്തത് ഏതൊക്കെ തരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അയാൾ ബാക്കി വെച്ചിട്ടില്ല. ഓക്കെ. അയാൾ നമ്മുടെ കൊളറാഡോയിൽ തൂക്കിയിട്ടൊരു ഇമേജില്ലേ, ആ സമയത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Trump hasn't talked about the new portrait from Putin yet, but his opinion about the Colorado one, അല്ലെങ്കിൽ Colorado image, makes it very clear what kind of portraits he likes or hates. അന്ന് പറഞ്ഞ കമൻറ്റ് കേട്ടാൽ എല്ലാവർക്കും അറിയാം അയാൾക്ക് എന്താ ഇഷ്ടമെന്ന്. ഓക്കെ. The painting, which was presented to the building in 2019, was purposefully distorted to a level that even I, perhaps, have never seen before. He wrote on Truth Social on Monday morning. Presented എന്ന് വെച്ചാൽ കൊടുത്തത് അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തു എന്നൊക്കെ അർത്ഥം. ഡിസ്റ്റോർട്ടഡ് എന്ന് വെച്ചാൽ മോശമായി കാണിക്കുന്നത്, ട്വിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയ്ഡ് ടു ലുക്ക് റോങ്. ഇനി ഇതൊന്നൊന്നുകൂടെ വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ദ പെയിൻറ്റിങ് വിച്ച് വാസ് പ്രസൻറ്റഡ് ടു ദ ബിൽഡിംഗ് ഇൻ 2019. 2019 ഈ കൊളറാഡോ ബിൽഡിങ്ങിൽ, ക്യാപിറ്റൽ ബിൽഡിങ്ങിൽ ഈ പെയിൻറ്റിങ് കൊടുത്തത്. ഓക്കെ.
ഇറ്റ് വാസ് പേർപ്പസ്ഫുള്ളി ഡിസ്റ്റോർട്ടഡ്. വേണമെന്ന് വെച്ചിട്ട് അതിങ്ങനെ മോശമാക്കി. ടു എ ലെവൽ. ഏത് ലെവലിലേക്ക്? ടു എ ലെവൽ ദാറ്റ് ഈവൻ ഞാൻ പോലും പെർഹാപ്സ് ഒരു പക്ഷേ ഹാവ് നെവർ സീൻ ബിഫോർ. ഇത് ഞാൻ പോലും ഇങ്ങനെ ഒരു ലെവലിൽ കണ്ടിട്ടില്ല മുമ്പ് എന്നുള്ള ലെവലിലേക്ക് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്തു. ഹി റോട്ട് ഓൺ ട്രൂത്ത് സോഷ്യൽ. ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില്ലേ, അതിൽ അയാൾ തിങ്കളാഴ്ച രാവിലെ മൺഡേ മോർണിംഗ് എഴുതി. Trump said that the portrait from 2019 was made to look bad on purpose. വേണമെന്ന് വെച്ചിട്ട് മോശമാക്കി വരച്ചതാണ്. വേഴ്സ് ദാൻ എനിത്തിങ് ഹീസ് എവർ സീൻ. ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം മോശമായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. ടു എ ലെവൽ ഐ ഹാവ് നെവർ സീൻ ബിഫോർ. മുമ്പ് കാണാത്ത വിധത്തിലുള്ള ഒരു രീതിയിലുള്ള വൃത്തികെട്ട ചിത്രമാക്കി അതിനെ മാറ്റി എന്നാണ് ട്രംപ് പറയുന്നത്. 2019 പ്രസൻറ്റ് ചെയ്ത ആ പെയിൻറ്റിങ് വേണമെന്ന് വെച്ച് മോശമാക്കി. ഇതുപോലത്തെ ഇത്രയും മോശമായൊരു സാധനം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ എന്ന് ആണ് ആൾ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്? ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത്. ദാറ്റ് വാസ് അൺലൈക്ക് ദ സെയിം ആർട്ടിസ്റ്റ്സ് ഡെപ്പിക്ഷൻ ഓഫ് ബരാക് ഒബാമ, ട്രംപ് റോട്ട്. Offering rare praise for his predecessor, Trump said Obama looked wonderful in his own portrait by the same artist, English-born സാറാ ബ്രോഡ്മാൻ. ഡെപ്പിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ. റെയർ പ്രൈസ് എന്ന് വെച്ചാൽ പുകഴ്ത്തൽ. റെയർ ആയെന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട്. ആളങ്ങനെ ബരാക് ഒബാമേനെ പ്രൈസ് ചെയ്തിട്ടേ ഇല്ല. ഇതൊരു റെയർ പ്രൈസ് ആയിരുന്നു എന്ന് വെച്ചാൽ പൊതുവെ കൊടുക്കാത്ത തരം ഒരു കോംപ്ലിമെൻ്റ് ആയിരുന്നു. പ്രെഡിസസർ എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഈ ജോലി കൈകാര്യം ചെയ്തിരുന്ന ആൾ, അതാണ് പ്രെഡിസസർ. അപ്പോൾ ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കാം. ദാറ്റ് വാസ് unlike the same artist's depiction of Barack Obama. ഈ സെയിം ആർട്ടിസ്റ്റ്, ഇത് വരച്ച ആർട്ടിസ്റ്റ് ബരാക് ഒബാമേനെ ഇതിന് മുമ്പ് വരച്ചിട്ടുണ്ട്, ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അല്ല ഇത്. ട്രംപ് റോട്ട് എവിടെ? സോഷ്യൽ മീഡിയയിൽ എഴുതി ആൾ. ഓഫറിങ് റെയർ പ്രൈസ്, അപൂർവമായി മാത്രം കൊടുക്കുന്ന പുകഴ്ത്തൽ. ആർക്ക്? ഫോർ ഹിസ് പ്രെഡിസസർ. അയാൾ മുമ്പ് ഈ സ്ഥാനം വഹിച്ച ആൾ അതാരായിരുന്നു? ബരാക് ഒബാമ അല്ലേ? അയാളെ ഒന്ന് പുകഴ്ത്തി. അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ, പക്ഷെ ചെയ്തു അത് ഇപ്രാവശ്യം. എന്തിനു വേണ്ടിയിട്ട്? ട്രംപ് സെഡ് ഒബാമ ലുക്ക്ഡ് വണ്ടർഫുൾ. ഒബാമയെ വരച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇൻ ഹിസ് ഓൺ പോർട്രേറ്റ് ബൈ ദ സെയിം ആർട്ടിസ്റ്റ്. ഒബാമ അയാളുടെ ആ പോർട്രേറ്റ് വരച്ചപ്പോൾ അതിൽ സെയിം ആർട്ടിസ്റ്റ് വരച്ചതാണ്, പക്ഷെ നന്നായിട്ടുണ്ട്. ആരാണ് ഈ ആർട്ടിസ്റ്റ്? ഇംഗ്ലീഷ് ബോൺ, ഇംഗ്ലണ്ടിൽ ജനിച്ച സാറാ ബ്രോഡ്മാൻ. അവർ ബരാക് ഒബാമേനെ വരച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്നെ മാത്രമാണ് ഇങ്ങനെ ആക്കിയതെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ എന്നും എൻ്റെ മോൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ ട്രംപ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് മോൻ കുറച്ചുകൂടെ മെച്ചുവറായി എന്ന് തോന്നുന്നുണ്ട്. ട്രംപ് സെഡ് ദ സെയിം ആർട്ടിസ്റ്റ് മെയ്ഡ് ഒബാമ ലുക്ക് ഗ്രേറ്റ്. ഇറ്റ്സ് റെയർ ഫോർ ട്രംപ് ടു കോംപ്ലിമെൻറ്റ് ഒബാമ. അതാണ് അതിൽ പറഞ്ഞത്. ട്രംപ് റിപ്പോർട്ടഡ്ലി ലോസ്റ്റ് അപ് ടു 30 pounds. പൗണ്ട്സ് ചെയ്യുക, അമേരിക്കൻസ് നമ്മുടെ ഈ മെട്രിക് സിസ്റ്റം യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു 13.5 കിലോഗ്രാം വരും ഈ 30 pounds എന്ന് പറഞ്ഞാൽ. ഡ്യൂറിങ് ലാസ്റ്റ് ഇയേഴ്സ് presidential campaign, he told reporters he had been so busy he had not been able to eat very much. മനസ്സിലായോ? റിപ്പോർട്ടഡ്ലി എന്ന് വെച്ചാൽ റിപ്പോർട്ടുകൾ അനുസരിച്ച്. ക്യാമ്പയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസിഡൻ്റൊക്കെ ആവാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തും. എന്താ പറയുക, മലയാളത്തിലെ വാക്ക് ഞാൻ വിട്ടുപോയി, എനിക്കറിയാം ഈ വാക്കുകളൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ വിട്ടുപോയി. നമ്മളിങ്ങനെ പ്രചരണമൊക്കെ നടത്തില്ല, അതൊക്കെയാണ് ക്യാമ്പയിൻ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ട്രംപ് റിപ്പോർട്ടഡ്ലി ലോസ്റ്റ് അപ് ടു 30 pounds ഡ്യൂറിങ് ലാസ്റ്റ് ഇയേഴ്സ് പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ. കഴിഞ്ഞ വർഷം ഇങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രചരണം നടത്തിയില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾ എത്ര കിലോ കുറഞ്ഞു? 30 pounds എന്ന് ആര് പറഞ്ഞു? ഓരോ റിപ്പോർട്ടുകൾ. ഹി ടോൾഡ് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് ആളെന്താ പറഞ്ഞത്? ഹി ഹാഡ് ബീൻ സോ ബിസി. ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ഹി ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ഈറ്റ് വെരി മച്ച്. അതുകൊണ്ട് സോ ബിസി ആയതുകൊണ്ട് അധികം ഒന്നും തിന്നാൻ പറ്റിയില്ലാന്ന്. ഹി ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഈറ്റ് വെരി മച്ച്. അയ്യോ, എന്താ പറയേണ്ടത്? അപ്പോൾ റിപ്പോർട്ട്സ് സേ ട്രംപ് ലോസ്റ്റ് അബൌട്ട് 13.6 kilogram അല്ലെങ്കിൽ 13.5 kilogram ഡ്യൂറിങ് ദ ഇലക്ഷൻ ബിക്കോസ് ഹി വാസ് വെരി ബിസി ആൻഡ് ഹീ ഡിഡൻറ്റ് ഈറ്റ് മച്ച്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ആർട്ടിക്കിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് കുറേ വിചിത്രമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഇംഗ്ലീഷ് കുറച്ച് രസകരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇഷ്ടപ്പെട്ടോ ന്യൂസ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ
ഒരു കോഴ്സ് എടുത്താൽ നിങ്ങളുടെ ഇംഗ്ലീഷ് റെഡിയാവും. ഈ കുറച്ചൊരു അവിടെ ഇവിടെയും വേണോ വേണ്ടയോ എന്നുള്ള ആൾക്കാർക്ക് പറ്റുന്ന കോഴ്സല്ല. പഠിക്കണമെന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എൻ്റെ 90 ഡേ ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാം. അതിൽ കൃത്യമായിട്ട് ബേസിക്സും കാര്യങ്ങളൊക്കെ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മന്ത്സിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ തരും. പക്ഷേ 90 ഡേയ്സ് കൊണ്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് കുറേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളല്ല കേട്ടോ, റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ വെബ്സൈറ്റിലാണ്. പക്ഷേ സംശയമൊക്കെ ചോദിച്ചാൽ ഞാൻ തന്നെ ക്ലിയർ ചെയ്ത് തരിക. അങ്ങനെ നമുക്കൊരു വളരെ സിസ്റ്റമാറ്റിക്കായി ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ. ഇല്ല യൂട്യൂബ് കണ്ട് പഠിക്കണമെങ്കിൽ അതിനൊരു 16 വീഡിയോയുടെ പ്ലേ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം, അത് കണ്ടോളൂ. ബിഗിനേഴ്സ് ആണെങ്കിൽ അത് വെച്ച് തുടങ്ങാം. ഇനി അതല്ല, ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം, പക്ഷേ ഈ സംസാരിക്കുമ്പോൾ കിട്ടണില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിലും നമുക്കൊരു 30 ഡേ വാട്സപ്പ് കോഴ്സ് ഉണ്ട്, അതിന് ജോയിൻ ചെയ്യാം. അത് ഗ്രാമറൊന്നും പഠിപ്പിക്കാത്ത കോഴ്സാണ് കേട്ടോ. അത് വെറുതെ സംസാരിക്കാൻ മാത്രം അങ്ങോട്ട് എനേബിൾ ചെയ്യും. ഞാനിത് എൻ്റെ മോനിൽ പരീക്ഷിച്ച് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് അവന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ കുട്ടിയാണ്, അപ്പം എഴുതാനും വായിക്കാനൊന്നും അറിയാത്ത ആൾക്കാർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പൊതുവേ മോണ്ടസറി ടീച്ചേഴ്സൊക്കെ കുറേ എടുക്കാറുണ്ട്. അവർക്ക് കുട്ടികളോട് സംസാരിക്കാനൊക്കെ ഇംഗ്ലീഷ് വേണം. അപ്പോൾ കുട്ടികളോട് സംസാരിക്കാൻ നമ്മൾ നല്ല ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ അവർ പൊട്ടത്തരം പഠിച്ചു വയ്ക്കില്ലേ. അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരമുള്ള സംഭവമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ 90 ഡേ കോഴ്സാണെങ്കിൽ ഇമെയിൽ അയയ്ക്കാം. 30 ഡേ കോഴ്സിൻ്റെ ആണ് അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പർ തരാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. വിളിച്ചാൽ കിട്ടില്ല, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ്? കൂടുതൽ വേണമെങ്കിൽ അറിയിക്കൂ, ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ് എന്നൊക്കെ ഇംഗ്ലീഷിലങ്ങനെ എഴുതുക കോമെൻറ്റിൽ. അപ്പോൾ കൂടുതൽ വേണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. കുറേ ചിരിച്ചു, കുറേ ചിന്തിക്കാനുണ്ട്. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.